വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റി ടോക്സ്. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് ട്രൈ ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ആക്രിലിക്കിൻ്റെ ഗ്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ഫാബ്രിക് പെയിൻ്റ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കളർ എടുക്കാം. ഈ പെയിൻറ്റ് ഇവിടെ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ഈ ഒരു ഇലയാണ്. ഇതിൽ ഫുള്ള് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പിലുള്ള ഇലയൊക്കെ കിട്ടുവാണെങ്കിൽ അത് വെച്ചും ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ പെയിൻ്റൊക്കെ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെടുത്ത് ആ ഗ്ലാസിൻ്റെ മേലേക്ക് വയ്ക്കാം. എന്നിട്ട് ഒരു പേപ്പർ എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഏകദേശം നമ്മുടെ വർക്ക് പകുതി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ബ്ലാക്ക് പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ ഗ്ലാസ് പെയിൻറ്റ് വെച്ച് കുറച്ച് കലാപരിപാടിയും കൂടെ ബാക്കിയുണ്ട്. ഞാനിതിൽ പച്ച, മഞ്ഞ, നീല ഈ 3 കളേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ഒരു ആക്രിലിക് ഗ്ലാസ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിലും ഷേപ്പിലൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇത് ഞാനൊരു വാൾ ഡെക്കർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് മുകളിൽ ഇത് തൂക്കിയിടാനായിട്ടൊരു ചെറിയ ഹോളും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഗ്ലാസ്സിൽ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഗ്ലാസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റില്ലേ അതിനകത്താണെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. നല്ല രസമായിരിക്കും. ഇതുപോലെ ഒരു 3-4 പീസൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് വാളിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. സോ എന്നെപ്പോലെ മടിയുള്ളവർക്കും അല്ലെങ്കിൽ പെയിൻറ്റിങ് ഒന്നും അറിയില്ലാത്തവർക്കൊക്കെ ഈ വീഡിയോ ഭയങ്കര ഹെൽപ്ഫുൾ ആവും. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.